ഫ്രണ്ട്സ്, ഇതൊരു ടാറ്റയുടെ ഒരു വണ്ടിയാണ്. പഴയ മോഡൽ ഒരു വണ്ടിയാണ്. അതിൻ്റെ ലുക്ക് നോക്കി. ഫ്രണ്ടിലൊരു വലിയൊരു ബമ്പർ കൊടുത്തിട്ടുണ്ട്. അതേ കൂടെ തന്നെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ബമ്പറോട് ചേർന്ന് തന്നെ ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റെപ്പുണ്ട്, ചവിട്ട് കയറാനാണെന്ന് തോന്നുന്നു. ഇവിടെയാണ് ബോണറ്റ് ഓപ്പണിംഗ് ഒക്കെ വരുന്നത്. ഒരു റൗണ്ട് ഹെഡ്ലൈറ്റൊക്കെ വരുന്നുണ്ട് ഫ്രണ്ടിൽ. ഫ്രണ്ടിലെ ഗ്ലാസ് കണ്ട, ഡുവൽ ഗ്ലാസ് ആണ് വരുന്നത്. എന്താ സെറ്റപ്പ് നോക്കി. ബാക്ക് ഡുവൽ ടയറാണ് കേട്ടോ. വണ്ടി കെട്ടി വലിച്ചുകൊണ്ട് പോകുന്ന ടൈപ്പ് ഒരു വണ്ടിയാണിത്. കണ്ടോ ഫ്രണ്ട്സ്, അടിപൊളി സാധനം വണ്ടി. വലിയൊരു പിടിയും കാര്യങ്ങളൊക്കെ. ബാക്കിൽ റൗണ്ട് ഹെഡ്ലൈറ്റാണ് വരുന്നത്. പക്ഷേ ഇത് പഴക്കം കൊണ്ടാണെന്ന് തോന്നുന്നു, ഹെഡ്ലൈറ്റ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. എന്താ ഐറ്റം ഒന്നൊന്ന് നോക്കിയോ ഫ്രണ്ട്സ്. ഇതൊക്കെയല്ലേ വിൻറ്റേജ് വണ്ടി. എല്ലാം കെട്ടി വലിക്കുന്ന സെറ്റപ്പുകളാണ് ഇതിലുള്ളത്. ഇവിടെ ഒരു ചവിട്ടി കയറാൻ ഒരു ഫുഡ് സ്റ്റെപ്പുണ്ട്. ഇത് ബോണറ്റിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ വരുന്നൊരു ഫുഡ് സ്റ്റെപ്പുണ്ട്. നമുക്കിത് തുറന്ന് കാണാനുള്ള ഒരു സെറ്റപ്പില്ല. അപ്പോൾ ഓണർ ആരെന്നാണെന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് പുറത്തെ വീഡിയോ ചെയ്യുന്നത്. വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്ക് നോക്കി. ഐറ്റം ടാറ്റയാണ് കേട്ടോ. അപ്പോൾ അറിയാമല്ലോ ബിൽഡ് ക്വാളിറ്റി സൂപ്പറായിട്ടും. ടാറ്റ ലോഗോയൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അതാ ഒരു സിമ്പിൾ കാണുന്നുണ്ട് ഫ്രണ്ട്സ്. ഞാൻ നിൽക്കേ കണ്ടോ, ടാറ്റ എൻജിനീയറിംഗ് എന്നാണ് എഴുതി വച്ചേക്കുന്നത്. അതിൽ ടാറ്റ എൻജിനീയറിംഗ് എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇത് ഭംഗിയുള്ള വണ്ടിയാ അല്ലേ. ഇത് പക്കാ വിൻറ്റേജ് വണ്ടി. ഇത് ഇപ്പോഴും ഇത് റണ്ണിങ് കണ്ടീഷനിലാണ്. വണ്ടി റണ്ണിങ് കണ്ടീഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ വണ്ടി ടോയ് ചെയ്ത് കൊണ്ടുപോകാനാണ് ഇത് ഇട്ടേക്കുന്നത്. പക്ഷേ ഈ ആക്സിഡൻറ്റ് സംഭവങ്ങളൊക്കെ സംഭവിക്കുന്ന വണ്ടികൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവർ യൂസ് ചെയ്യണത്. അടിപൊളി ഒരു എഞ്ചിൻ്റെ ഹീറ്റ് പുറത്തു പോകാനുള്ള സംവിധാനമാണ് ചെയ്തേക്കുന്നത്. എന്തായാലും നല്ലൊരു ഇൻഡിക്കേറ്റർ തന്നെ ആ മഡ് ഗാർഡിൻ്റെ ആ സൈഡ് ചേർന്നൊരു നല്ലൊരു ഇൻഡിക്കേറ്ററൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് വണ്ടി. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ വീഡിയോ. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കുക. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.